റോയ്ച്ച, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് നടന്നത്. പത്മകുമാർ അടക്കമുള്ള നേതാക്കള് ജയിലിലാകുന്നത് വരെ കാര്യങ്ങളെത്തി. പക്ഷെ അതിനുശേഷം മുന്നോട്ട് പോകുന്നില്ല, കുറ്റപത്രമില്ല. ഇതെവിടെ ഒരു നിശ്ചലമായ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇതെന്തുകൊണ്ടായിരിക്കും? ആരായിരിക്കും ഇതിനെ ഒരു നിശ്ചല അവസ്ഥയിൽ എത്തിക്കുക? അല്ല, ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നാണ് ശബരിമലയിൽ. ഈ നടന്ന സ്വർണ്ണക്കൊള്ള എന്ന് നമ്മളിപ്പോ പറയുന്ന ഈ ഒരു തീവെട്ടിക്കൊള്ളയ്ക്ക് ഇത് നടന്ന് സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ വിശ്വാസികൾ വലിയ ഭീതിയോടും ആശങ്കയോടും കൂടി നേരിടേണ്ട ഒരു സംഭവമാണ്. ഇതിനെക്കുറിച്ച് വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം സർക്കാർ ഇതിനകത്ത് ആടിക്കളിച്ചപ്പോഴാണ് ഹൈക്കോടതി നേരിട്ട് ഇടപെട്ട്, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നേരിട്ട് ഇടപെട്ടിട്ടാണ് ഒരു അന്വേഷണം, ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ച് ഇതേക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഹൈക്കോടതിയോ അല്ലെങ്കിൽ അന്വേഷണ സംഘമോ വിചാരിച്ചതിനേക്ക് അപ്പുറത്തേക്കായിട്ടുള്ള ഒരു മോഷണമാണ് ഇവിടെ നടന്നത്. അതിനകത്ത് ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികള്, ഉദ്യോഗസ്ഥന്മാര്, രാഷ്ട്രീയക്കാര് എല്ലാം കൂടെ ചേർന്ന് കലങ്ങി മറിഞ്ഞ ഒരു സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് തുടക്കത്തിലൊക്കെ വന്നത്. അപ്പം സത്യം പറഞ്ഞാൽ കേരളത്തിന്റെ മനസാക്ഷി വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ കൊള്ളയെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടത് തന്നെ. തുടക്കത്തിൽ വളരെ സജീവമായ അന്വേഷണം മുന്നോട്ട് പോയി. പ്രത്യേക അന്വേഷണ സംഘം HP വെങ്കടേഷ് എന്ന് പറയുന്ന ADGPയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച് ശശിധരൻ എന്ന് പറയുന്ന SP ആണ് ഇതിന് അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തത്. അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തതിന് ശേഷം അന്വേഷണം ഏതാണ്ട് തുടക്കത്തിൽ മുന്നോട്ട് പോയി. മുൻ ദേവസ്വം പ്രസിഡന്റുമാരായ N. വാസു, പത്മകുമാർ ഇങ്ങനെയുള്ളവരെയൊക്കെ തന്നെ തുടക്കത്തിൽ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഈ അറസ്റ്റൊക്കെ കഴിഞ്ഞ്, ഈ ആദ്യത്തെ അറസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നീട് എവിടൊക്കെയോ ചില ചവിട്ടലുകൾ വന്ന പോലെ, അല്ലെങ്കിൽ ആരൊക്കെയോ തടയിടുന്ന പോലെ ഒരു ഫീല് ഉണ്ടായി. അപ്പം ആ ഘട്ടത്തിൽ ഹൈക്കോടതി തന്നെ ഇടപെട്ടു. അപ്പോഴാണ് ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്ന സമയത്തേക്ക് തന്നെയാണ് ഈ അന്വേഷണം ഏതാണ്ട് മന്ദഗതിയിലായത്. ഒരു തരത്തിലും മുന്നോട്ട് പോകാത്ത ഒരു അവസ്ഥ വന്നു. അപ്പോഴാണ് ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായി. അപ്പോൾ അല്പം കൂടി ഒരു വേഗത വന്നു. ആ ഘട്ടത്തിലാണ് 1-2 പേരെയൊക്കെ കൂടി അറസ്റ്റ് ചെയ്തു. ഈ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത പുറത്തു നിന്നുള്ള 2 അന്യ സംസ്ഥാനക്കാരായ 2 പേര്, പിന്നീട് 1-2 ഉദ്യോഗസ്ഥന്മാരെ, ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ട് ദേവസ്വം ബോർഡുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പിടിച്ചെങ്കിലും ഈ അന്വേഷണം അതിന്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്താതെ പോയി. അതുകൊണ്ട് തന്നെ അവിടെയാണ് സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായോ എന്ന് സംശയിക്കുന്നുണ്ട്. കാരണം ഈ ആരോപണ വിധേയരായ ദേവസ്വം ബോർഡ് മന്ത്രിമാര്, മുൻ മന്ത്രിയും ഇപ്പോഴത്തെ മന്ത്രിയും, പിന്നീട് ഇതിന് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയക്കാരുണ്ട്, അവിടുത്തെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പൊ ഇതിന്റെ അന്വേഷണ വ്യാപ്തി ഒരു ഘട്ടത്തിലോട്ട് നീങ്ങിയിട്ടില്ല. എന്തായിരുന്നു ഇതിന് പിന്നിലുണ്ട് ഗൂഢാലോചന എന്നുള്ള കാര്യം അന്വേഷണ സംഘം വേണ്ട രീതിയിൽ അന്വേഷിച്ചിട്ടില്ല. ഈ ദ്വാരപാലക വിഗ്രഹത്തിന്റെ അതുപോലെ തന്നെ ശ്രീകോവിലിന്റെ വാതിൽപ്പാളികൾ, ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതിന് ആരാണ് അനുമതി കൊടുത്തത്, എങ്ങനെയാണ് അതിന്റെ പിന്നിലുണ്ടായ ഒരു ഗൂഢാലോചന എന്തായിരുന്നു? 96-ൽ വിജയ് മല്ലയ്യ എന്ന് പറയുന്ന മദ്യവ്യാപാരി നൽകിയ സ്വർണം ഉപയോഗിച്ചാണ്, ഇത് 33 കിലോ സ്വർണം ഉപയോഗിച്ചാണ് ഇവിടെയൊക്കെ ഈ സ്വർണം പൂശി എന്നൊക്കെ ആയിരുന്നു തുടക്കത്തിൽ കേട്ടത്. പക്ഷേ ആ സ്വർണം പൂർണ്ണമായി നഷ്ടപ്പെട്ടോ? അതിൽ എന്തുമാത്രമാണ് നഷ്ടപ്പെട്ടത്? ഈ ഓരോ തവണയും ഇങ്ങനെ സ്വർണം പൂശലിന്റെ അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? ഈ സ്വർണത്തിന്റെ ക്വാളിറ്റി ഏതെങ്കിലും ഘട്ടത്തിൽ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് ഒന്നും ഒരു അറിവും ഈ അന്വേഷണ സംഘം ഇതുവരെയും പുറത്തു പറഞ്ഞിട്ടില്ല. അപ്പോ അതുപോലെ തന്നെ ഈ ദ്വാരപാലക വിഗ്രഹത്തിന്റെ പാളികൾ എടുത്തുകൊണ്ട് പോയി പരിശോധനയ്ക്ക് പോയതോ? ഇപ്പൊ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് 6 മാസം കഴിഞ്ഞു. സെപ്റ്റംബർ 20-ാം തീയതി ആയിരുന്നു ഇവിടെ സർക്കാർ കൊട്ടിഘോഷിച്ച് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം നടന്നത്. അതിനോടനുബന്ധിച്ചാണ് ഈ കഥകളൊക്കെ തന്നെ പുറത്തു വന്നിട്ട് ഇപ്പോൾ 6 മാസം തികയുന്നു. ഈ 6 മാസത്തിനിടയിൽ അന്വേഷണ സംഘം ഒരു കരട് കുറ്റപത്രം പോലും തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ അറസ്റ്റ് ചെയ്ത എല്ലാവരും തന്നെ ഇന്നലെ ശങ്കരദാസ് കൂടി പുറത്തു വന്നപ്പോഴത്തേക്ക് പ്രതികളായ 13-14 പേര് എല്ലാവരും സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങി കഴിഞ്ഞു. അപ്പൊ ഇനി ഈ അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് വലിയ സംശയം നിൽക്കുകയാണ്. പ്രതികളുടെ എണ്ണം കൂടുമോ, അതോ അന്വേഷണം വിശാലമായ ഒരു അർത്ഥത്തിലേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള വലിയ സംശയങ്ങൾ നിൽക്കുകയാണ്. അപ്പം എവിടേക്കോ വെച്ച് സർക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളോ ഒക്കെ ചേർന്ന് ഈ അന്വേഷണത്തെ അട്ടിമറിച്ചു അല്ലെങ്കിൽ അന്വേഷണത്തെ തടയിട്ടു എന്നൊരു ഒരു ന്യായമായ സംശയം
ജനങ്ങൾക്കിടയിലുണ്ട്. അപ്പൊ ഇത് വലിയ തോതിൽ സർക്കാരിനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണ സംഘം ഹൈക്കോടതിയെ നിയമിച്ചാണെങ്കിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോകാതെ തട്ടിത്തട്ടി നിൽക്കുന്നത്. കാരണം അവരെ എല്ലാവരും തന്നെ സംസ്ഥാന പോലീസിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അവരുടെ മേലെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്കും സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനും കൈവെക്കാനുള്ള അല്ലെങ്കിൽ അവരെ തടയിടാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. അപ്പൊ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ആരാണ് അയ്യപ്പന്റെ ഈ സ്വത്ത് മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നുള്ള ചോദ്യത്തിന് ഈ നിമിഷം വരെ, നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ ഒരു കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. ഇവരൊക്കെ തന്നെ പ്രതികളാണെന്ന് സ്ഥാപിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഇതിലെ ശരിക്കുമുള്ള ഓരോ വ്യക്തികളുടെ, ഇപ്പൊ ഉദാഹരണത്തിന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ എൻ വാസുവിന്റെയും പത്മകുമാറിന്റെയും റോള് എന്തായിരുന്നു എന്നുള്ളത്, അവരെന്തൊക്കെ തരത്തിലുള്ള മോഷണത്തിനാണ് മുൻകൈ എടുത്തു എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ആകെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത് കൊണ്ടുപോയി എന്നുള്ളതല്ല. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം ചാരി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അയാളിലേക്ക് മാത്രം ഈ മോഷണത്തിന്റെ മോഷണത്തിന്റെ ഈ സാധ്യതകൾ അയാളിലേക്ക് മാത്രം ഉന്നയിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകളാണോ എന്നൊക്കെ തന്നെ ഒരുപാട് സംശയങ്ങൾ നിൽക്കുക. അല്ല, ഈ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിൽ തന്നെ അന്വേഷണ സംഘത്തിനെ കോടതി അത്ര കടുത്തമാണ് വിമർശിച്ചത്. കാരണം കണ്ടെത്തലുകൾ ഒന്നുമില്ല, എന്തിനാണ് ഇയാളെ പ്രതി ചേർത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പോലും ഇല്ലായിരുന്നു. അല്ല, അവ തന്നെയാണ് തുടക്കത്തിലുണ്ടായിരുന്ന അന്വേഷണത്തിന്റെ വേഗത എവിടെയൊക്കെ വെച്ച് തടയപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ചിലരെ രക്ഷിക്കാൻ വേണ്ടി ചിലരെ പ്രതി ചേർത്തോ എന്നുള്ള സംശയം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിരൂക്ഷമായ ഭാഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിക്കകത്ത് ഈ അന്വേഷണ സംഘത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തി. അത് പിന്നെ ഹൈക്കോടതിയിൽ പോയി തൽക്കാലത്തേക്ക് അത് മരവിപ്പിച്ചൊക്കെ നിർത്തിയിട്ടുണ്ട്. പക്ഷെ ആ ചോദ്യങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ്. ഈ തന്ത്രി എന്ന് പറയുന്ന കണ്ഠരര് രാജീവരുടെ റോൾ എന്തായിരുന്നു? അയാൾ എന്ത് മോഷണമാണ് നടത്തിയത്? അയാൾ ഏതൊക്കെ ഘട്ടത്തിൽ ആരോടൊപ്പം ചേർന്ന് എന്നാണ് ഈ മോഷണത്തിന് കൂട്ടുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിൽക്കുകയാണ്. ആ ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ തൃപ്തികരമായ ഒരു മറുപടി ഈ അന്വേഷണ സംഘത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സംശയങ്ങൾ നിൽക്കുകയാണ്. ഈ 1.5 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതി നൽകിയ അന്വേഷണ സംഘമാണ് 6 മാസമായിട്ടും ഇപ്പോഴും തെക്ക് വടക്ക് നടക്കുകയാണ്. അവർ ശരിക്കും ഇരുട്ടിൽ തപ്പുകയാണ്. എവിടൊക്കെ എന്തുമാത്രം സ്വർണം നഷ്ടമായി അതിനൊരു കണക്കുമില്ല ഇപ്പോഴും. ആരൊക്കെയാണ് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് സ്വർണം എടുത്തുകൊണ്ട് പോയത്? ഈ സ്വർണത്തിന്റെ പ്യൂരിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ സ്വർണമാണോ അതോ വേറെ വല്ലതും പൂശിക്കൊണ്ട് വെച്ചതാണോ എന്നുള്ളതിന് കണക്കില്ല. വിജയ് മല്യ നൽകിയ 33 കിലോ സ്വർണത്തിൽ എത്ര കിലോ സ്വർണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്? ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് ഓരോ തവണയും ഈ സ്വർണം പൂശിച്ചതിന് വേണ്ടി എന്തുമാത്രം പണം ചെലവാക്കി? ഇങ്ങനെയൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ, നിരവധി ഉത്തരങ്ങൾ കിട്ടാത്ത ചോദ്യങ്ങൾ നിൽക്കുകയാണ്. അപ്പൊ ഇത് ആരാണ് ഈ അന്വേഷണ സംഘം കൊണ്ട് സർക്കാരോ അല്ലെങ്കിൽ ഹൈക്കോടതി ഉദ്ദേശിച്ച ഫലപ്രാപ്തി ഉണ്ടായോ എന്നുള്ളതും ന്യായമായ ഒരു സംശയം നിൽക്കുക. ഈ അന്വേഷണത്തിന് ഇങ്ങനെ നിശ്ചലാവസ്ഥയിലാക്കിയത് കൊണ്ട് മാത്രം, കാരണം അങ്ങനെ ഒരു സർക്കാർ ഇടപെടലിൽ ഇത് നിശ്ചലമായി കഴിഞ്ഞാൽ അതിന്റെ ഗുണം ലഭിക്കുന്നത് CPM-നും LDF-നുമാണ്. ഇതുകൊണ്ട് മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് മുന്നോട്ട് അല്ലെങ്കിൽ തിരിച്ചടി മറികടക്കാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ ശബരിമലയെ തൊട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. യുവതീ പ്രവേശന സമയത്ത്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഇതിലെല്ലാം അതിരൂക്ഷമായ തിരിച്ചടിയാണ് കിട്ടിയത്. അപ്പൊ ഈ നിശ്ചലമാക്കി അന്വേഷണത്തെ വെച്ചതുകൊണ്ട് മാത്രം CPM-ന് എന്തെങ്കിലും ഗുണം ഉണ്ടാവും? അത് അല്ല, ഭരിക്കുന്ന പാർട്ടി CPM എന്നുള്ളത് CPM-ന് ഗുണം കിട്ടുന്നോ എന്നല്ലല്ലോ. ഇന്ത്യയിലെ ആ കോടാനുകൂടി ജനങ്ങള് വിശ്വസിക്കുന്ന ഒരു ആരാധനാലയത്തിൽ നിന്നും ഇത്ര വലിയ ഗുരുതരമായ രീതിയിൽ മോഷണം നടന്നിട്ട് അതിന് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഇപ്പോ ശ്രീജിത്ത് പറഞ്ഞ പോലെ ഈ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ ദുരുദ്ദേശങ്ങളുണ്ടെന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അവരാണ് ഈ അന്വേഷണം അട്ടിമറിക്കാൻ അവർക്കാണ് താല്പര്യം. കാരണം അവരുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ്, അവരുടെ ഭരണകാലത്താണ് ഈ മോഷണങ്ങൾ നടന്നു എന്നുള്ളത് ഏതാണ്ട് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം ആ കാലത്ത് നിയമിച്ച 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് ഇതിനകത്ത് കുരുങ്ങി കിടക്കുന്നത്. അപ്പോൾ തന്നെ സർക്കാരിന്റെ താല്പര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അന്വേഷണം ഈ മന്ദഗതിയിലായി പോയെന്നുള്ളതും അതിനൊരു കൃത്യമായ രീതിയിൽ അന്വേഷണം നടന്നില്ല എന്നും സംശയിക്കേണ്ട ഒരു സ്ഥിതി ഇതാണ്. അപ്പൊ 1.5 മാസം കൊണ്ട് പൂർത്തിയാക്കാത്ത അന്വേഷണം 6 മാസമായിട്ട് ഒരു കൃത്യമായ ഉത്തരം തേടലിലേക്ക് എത്തിയിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു പക്ഷേ തിരിച്ചടി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അതൊക്കെ തന്നെ ആവാം കേരളത്തിൽ ഈ വലിയ തോതിലുള്ള സ്ത്രീ പ്രാതിനിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത്. സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായിട്ട് തന്നെ ഇത് മാറിയേക്കാം. ശബരിമല CPM വല്ലാതെ തന്നെ ഭയപ്പെടുന്നുണ്ട് ഇത് ഏത് തരത്തിലാണ്
അവരെ ബാധിക്കുന്നു എന്നുള്ളത് അറിയാനുള്ള വലിയൊരു താല്പര്യമുണ്ട്.